ഇതെൻ്റെ ഫാമിലിയാണ്. എൻ്റെ സഹധർമ്മിണിയാണ് എൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്നത്, വലത്ത് ഭാഗത്തിരിക്കുന്നത്. എൻ്റെ പേര് കുഞ്ഞലക്ഷ്മി. എൻ്റെ വീട് പറളി കല്ലമ്പറമ്പ് വീട്. അച്ഛനും അമ്മയും ആറ് പേരാണ് ഞങ്ങൾ. 2 ആണും 4 പെണ്ണും. 3 മക്കളുണ്ട്. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളും. ഹായ്, എൻ്റെ പേര് ശ്രീരമ്യ. ഞാൻ KSFE ചെറുപ്പളശ്ശേരി ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 അനിയന്മാരാണുള്ളത്. മൂത്ത ആൾ രഞ്ജിത്ത്, അയാൾ ഫയർ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നു, പെരിങ്ങോട്. രണ്ടാമത്തെ ആൾ രജീഷ്, അവൻ പാലക്കാട് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ ഭർത്താവ് രാജൻ, ആൾ ഗൾഫിലായിരുന്നു, ഇപ്പോൾ നിർത്തി നാട്ടിലുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്ത ആൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 3 വയസ്സേ ആയിട്ടുള്ളൂ. നമസ്കാരം, എൻ്റെ പേര് രാജൻ. പാലക്കാട് കുന്നത്തൂർമേടാണ്. വീട്ടിലെ അച്ഛനും അമ്മയും. ഹലോ, എൻ്റെ പേര് ശ്രാവൺ. ഞാൻ സെൻറ്റൻസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ 7ാം ക്ലാസ്സിലാണ്. എൻ്റെ അനിയൻ അംഗനവാടിയിൽ പഠിക്കുന്നു. അനിയൻ്റെ പേര് വിഹാൻ എന്നാണ്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് രജീഷ് എന്നാണ്. ഞാൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് പാലക്കാട് നിലയത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 5 വർഷമായി സർവീസ് കയറിയിട്ട്. സർവീസിൽ ഒരുപാട് ഇൻസിഡൻസൊക്കെ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കയറി മറിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ട് നമുക്കിതൊക്കെ ശീലമായി. ഡെയിലി ഇങ്ങനെ കാണും. നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഓരോ കോളുകൾ ഡെയിലി നമുക്ക് സ്റ്റേഷനിലോട്ട് ഇങ്ങനെ വരുന്നത്. ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു കോള് വന്നു. ഒരു കുട്ടിയുടെ കൈ വാതിലിൻ്റെ ഇടയിൽ പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു കോള് വന്നു. പാലക്കാട് മേലാമുറി ഭാഗത്തു നിന്നാണ് ആ കോൾ വന്നത്. അപ്പോൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻസിഡൻറ്റ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് ART എന്ന വാഹനത്തിലാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ക്രൂ മേലാമുറിയിലേക്ക് പുറപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ മേലാമുറിയിലെത്തി. പോയി നോക്കുമ്പോൾ നിറയെ വീടുകളുള്ള ഒരു ഏരിയയിലാണ്. അതിൻ്റെ അതിലൊരു വീട്ടിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൻ്റെ മതിലുകൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ 2 സൈഡും വീതി കുറവാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാനൊന്നും പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കുട്ടി ഏറ്റവും ബാക്കിൽ വാതിലിൻ്റെ ബാക്ക് സൈഡാണ്. നമുക്ക് അടുക്കള കഴിഞ്ഞിട്ടുള്ള അടുക്കളയ്ക്ക് കയറി ചെല്ലുന്നതിൻ്റെ ബാക്ക് സൈഡാണ് കുട്ടി വാതിലിൻ്റെ ഇടയിൽ ഇങ്ങനെ കൈ വിട്ട് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ വാതിൽ കിടക്കാതെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ മതിലും വീടുമായിട്ടുള്ള ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഹൈഡ്രോളിക് കട്ടറൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങളതിൻ്റെ സൈഡിൽ കൂടെ ബാക്കിലോട്ട് പോയപ്പോൾ ഈ ഹൈഡ്രോളിക് കട്ടർ നമുക്ക് വാതിലിനകത്തേക്ക് കയറ്റി വെച്ച് കട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്ന് നമ്മളത് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വാതിലിങ്ങനെ തിക്കി പിടിക്കുകയും ആ സമയം തന്നെ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ എടുക്കാൻ പറ്റുകയും ചെയ്തു. ആ വാതിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വിരൽ മുറിഞ്ഞു പോകാൻ സാധ്യത ഉള്ളൊരു സിറ്റുവേഷനിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ അമ്മയൊക്കെ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവരാ വാതിൽ അനക്കാതെ പിടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ആ കുട്ടി അത്രയും നേരം കരഞ്ഞുകൊണ്ടായിരുന്നു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. അത് വളരെ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ വേറെ പല ഇൻസിഡൻസും ഉണ്ടായിരുന്നു. ഇതുപോലെ ഡോറ് ലോക്കായിട്ട് അതിനകത്ത് കുട്ടി പെട്ടിട്ട് പോകുന്നൊരു അവസ്ഥ, അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻറ്റ്. പിന്നെ ആൾക്കാർ വെള്ളത്തിൽ പോകുന്ന സിറ്റുവേഷൻസ്, ആ വെള്ളത്തിൽ പോയി മരണപ്പെടുക, പിന്നെ ആക്സിഡൻറ്റ് കോളുകൾ, അങ്ങനെ ഒരുപാട് കോളുകൾ നമ്മൾ നിത്യേന കണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ജീവിതത്തിൽ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ സർവീസിന് വന്നതിന് ശേഷം എനിക്ക് ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എനിക്ക് മുമ്പൊന്നും എനിക്കിത് ഫേസ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് പേടിയുള്ള കാര്യമായിരുന്നു. പക്ഷേ സർവീസിൽ വന്നതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ട് ശീലമായി. ഇതിനൊന്നും പേടിയില്ലാത്തൊരു ഇതായി മാറി. അത്ര ധൈര്യം നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ സർവീസിൽ അങ്ങനെ തുടർന്ന് പോണു. സന്തോഷം. ഇതുപോലെ എല്ലാ കോളുകളും നമ്മൾ പോകുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നു. നമ്മൾ അത് സോൾവ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സർവീസിനോട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ജോലി ചെയ്യാനും നമുക്ക് വളരെ സന്തോഷമാണ്.
അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. നിങ്ങൾ നല്ല കുട്ടികളാണ്. നന്നായി പഠിക്കണം, നന്നായി വായിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ മുഴുവൻ സമയവും ഈ ഫോണിൽ കുടുങ്ങിക്കിടക്കരുത്. നമ്പർ 8075188673. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി. അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് അച്ഛൻ കൂടുതലും പൊതുപ്രവർത്തനത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കാറ്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മറ്റുള്ളവർ അച്ഛനെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ് തോന്നാറ്. അപ്പോൾ അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അച്ഛൻ ഞങ്ങൾ കാണുന്നത് മുതൽ എപ്പോഴും അച്ഛൻ ഫുൾ ടൈം വായനയുടെ ലോകത്തും എഴുത്തിൻ്റെ ലോകത്തും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് പുറത്തു പോകുന്ന ഒരാളായിട്ടാണ് നമ്മളെപ്പോഴും കാണുന്നത്. വീട്ടിൽ അധികം സമയം ഞങ്ങൾക്ക് കിട്ടാറില്ല. അച്ഛൻ്റെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അതുതന്നെ ഞങ്ങൾക്ക് വളരെ റെയറായിട്ടാണ് നമുക്ക് കിട്ടുക. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്ന ഒരു മനുഷ്യനാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അച്ഛൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അച്ഛനെപ്പോഴും അച്ഛൻ്റെ പുറമേയുള്ള കാര്യങ്ങളിലാണ് അച്ഛൻ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. പൊതുപ്രവർത്തനം, പൊതുരംഗത്തുള്ള കാര്യങ്ങൾ, അതാണ് മൂപ്പരുടെ ഒരു ലോകം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ അച്ഛന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ അതുകൊണ്ട് അച്ഛനെ നമ്മൾ അങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ ഒരു അഭിപ്രായവും നമ്മൾ മോശമായിട്ട് പറയാറില്ല. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിഹ്നം തുങ്കമാം വാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്ത് കരഞ്ഞിടിന വനം, ഇന്നതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. തിങ്കളും താരങ്ങളും തൂവള്ളി കതിർ ചിഹ്നം തുങ്കമാം വാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. തുങ്കമാം വാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. മധുരമിഠായി കൂടുതൽ മധുരം വിതറിക്കൊണ്ട് ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്നേഹങ്ങളും ഒപ്പിയെടുത്തിട്ടുള്ളതിന് മധുരമിഠായിയോട് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. മധുരമിഠായിക്ക് കൂടുതൽ ആളുകൾ അത് നുണഞ്ഞിറക്കാൻ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും. കനലെറിയും സമരപഥങ്ങൾ കയറിയൊരാളെന്നു വരുന്നേ, കരുതലിനൊരു കാവല് പോലെ എരിയും സൂര്യൻ. കനലെറിയും സമരപഥങ്ങൾ കയറിയൊരാളെന്നു വരുന്നേ, കരുതലിനൊരു കാവല് പോലെ എരിയും സൂര്യൻ.